അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് ഇന്നാണ്. രാവിലെ 11 മണിക്കാണ് ബജറ്റ് അവതരണം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന ഒന്നും രണ്ടോന്നല്ല 9ാമത്തെ ബജറ്റാണ് ഇത്തവണത്തേത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ. ബൽറാം നെടുങ്ങാടിയും വിനീത വിജിയും ആർ അച്യുതനും നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം നമുക്ക് ബൽറാമിലേക്ക് പോകാൻ തോന്നുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ പറയുമായിരുന്നു ഞായറാഴ്ച ദിവസം ബജറ്റ് അവതരണം എന്നുള്ളത് തന്നെ ഒരു അപൂർവതയാണ്. അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമാണോ അതോ ഇതിനു മുൻപൊരിക്കൽ 1999 അതെ 1999 ഫെബ്രുവരി 27-ാം തീയതി ശനിയാഴ്ച ആയിരുന്നു എന്നും ഒരു വാദമുണ്ട്. അപ്പോൾ ഏതായാലും അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു ഇതാണ് ഞായറാഴ്ച ദിവസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരുപാട് പ്രതീക്ഷയോടെയാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ധനമന്ത്രി കുറേ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, സ്പെഷ്യൽ സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ ഒരു പ്രതീക്ഷ എന്നുള്ള രീതിയിൽ ഇന്നിപ്പോൾ പ്രധാനമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോയിന്റ്സിലേക്ക് പോകാൻ തോന്നുന്നു. വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, സ്മിത. ഒട്ടേറെ അപൂർവതകൾ സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണത്തെ ബജറ്റ് അവതരണത്തിന് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകകരമായ കാര്യം സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഞായറാഴ്ചയാണ് ഇത്തവണത്തെ ബജറ്റ് അവതരണം എന്നുള്ളതാണ്. നേരത്തെയും ഒരു തവണ ഇത്തരത്തിൽ ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. 1999 യശ്വന്ത് സിൻഹ അന്ന് ധനമന്ത്രിയായിരുന്ന ഘട്ടത്തിലായിരുന്നു ഫെബ്രുവരി 28 ഞായറാഴ്ച ഈ ബജറ്റ് അവതരണം നടത്തിയത്. ഇത് ചരിത്രത്തിൽ രണ്ടാം തവണയാണ്. ഇത്തവണയും ഇത് ഞായറാഴ്ച ബജറ്റ് അവതരണം നടത്തുന്നത് മറ്റൊരു NDA സർക്കാരാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാമത് ബജറ്റാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ 88ാമത് ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഞായറാഴ്ച അവതരിപ്പിക്കുമ്പോൾ ഓഹരി വിപണികൾ ഒക്കെയും തന്നെ ഈ ഞായറാഴ്ചയും സജീവമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഒപ്പം തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റ് അവതരണത്തിലും ഒട്ടേറെ സവിശേഷതകളുണ്ട്. ഈ അവതരണ ശൈലിയിലും അവതരണ രീതികളിലും ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ധനമന്ത്രി കൂടിയാണ് നിർമ്മല സീതാരാമൻ എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ബജറ്റിന്റെ ഉള്ളടക്കത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യം, അതിൽ ഊന്നിയാകും ഇത്തവണത്തെ ബജറ്റ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ തന്നെ പ്രഖ്യാപനം. ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാകും. ഈ ബജറ്റിന് മുൻപായി അവതരിപ്പിച്ച രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മാരത്തോണിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഒരു സ്പ്രിന്റ് കൂടി ഓടേണ്ട സാഹചര്യമാണ് രാജ്യത്തിനുള്ളത് എന്നാണ്. അതായത് ദീർഘകാല പദ്ധതികൾക്കൊപ്പം തന്നെ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ വെച്ചുള്ള പദ്ധതികളും ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ വികസിത് ഭാരത് 2047 സാക്ഷാത്കരിക്കാൻ കഴിയൂ. അതിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകും എന്നുള്ളത് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ സാധാരണ നിലയിൽ ബജറ്റുകളിൽ AB പാർട്ടുകളിൽ A പാർട്ടിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് പതിവ്. എന്നാൽ ഇത്തവണ B വിഭാഗത്തിലായിരിക്കും കൂടുതൽ പരിഗണന എന്നുള്ള വിവരവും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ഒരു ലക്ഷ്യം 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസന മേഖല ഒട്ടേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനായുള്ള പ്രത്യേക പദ്ധതികൾ ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികളും ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. AI സാങ്കേതിക മേഖലയുടെ പ്രോത്സാഹനത്തിനും വികസനത്തിനുമായുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല് ഇപ്പോഴും കാർഷിക മേഖല തന്നെയാണ്. കർഷകർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം തന്നെ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ സാങ്കേതികവൽക്കരണം കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ ഈ NDA സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു അടുത്ത നടപടിയിലേക്ക് ഈ ബജറ്റിലൂടെ കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ആദായ നികുതി സ്ലാബുകളിൽ ഇത്തവണത്തെ ബജറ്റിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കില്ല എന്നാണ് ഈ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വിവരം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്നും 1 ലക്ഷമാക്കി ഉയർത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇത് ബജറ്റിൽ പരിഗണിക്കുമോ എന്ന
കാര്യം തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വികസിത് ഭാരത് യാഥാർത്ഥ്യമാക്കാൻ പൊതുമേഖലാ ബാങ്കുകൾ ശക്തിപ്പെടേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകളുടെ പരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി പ്രതീക്ഷകളും കാത്തിരിപ്പുമാണ് ബജറ്റിന്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് കേന്ദ്ര ബജറ്റ് അവതരണത്തിനായി ബാക്കിയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.